ഞാൻ പറഞ്ഞല്ലോ ഈ ആകാശിക് റെക്കോർഡിൽ ഹയർ തലത്തിൽ എനിക്ക് പോയി വരാൻ, അതായത് ഒരു ആസ്ട്രൽ ട്രാവൽ രീതിയിലാണ്. ഇപ്പം ടാരോ കാർഡാണെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിപ്പോൾ രാഹുൽ ഇരിക്കുകയാണ്. ഇപ്പം ഈ നിമിഷം എനിക്ക് എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ട് അവിടെ ചെല്ലുകയാണ്. ഇതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് മെട്രിക്ടോൺ ആണ്, ഇതിൻ്റെ ലൈബ്രറീൻ്റെ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. എനിക്ക് അവിടെ അങ്ങനെ ഓടിപ്പോയിട്ട് എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഏകദേശമൊക്കെ കിട്ടും നമുക്ക്, പക്ഷെ ഫ്യൂച്ചറിൽ കിട്ടാനാണ് ഞാൻ പോകുന്നതെങ്കിൽ മിക്കവാറും അത് ആക്സസ് കിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഞാൻ പറയാണ്, പുള്ളിയുടെ അടുത്ത് പറയാണ്, ഇന്നൊരു കാര്യം, രാഹുലിൻ്റെ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് രാഹുൽ അറിയാനുള്ള സമയമായെങ്കിൽ എനിക്ക് ആ ബുക്ക് എടുത്ത് തരും, അതിൻ്റെ പേജ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, എനിക്കതിൽ എന്താണോ കാണുന്നത് അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം റേക്കി ആണെങ്കിലും ആകാശിക് റെക്കോർഡ്സ് ആണെങ്കിലും ഏഞ്ചൽ ഹീലിംഗ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്, ഇതിനെ പഠിപ്പിക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ ഹീല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി വിളിക്കാറുണ്ട്. ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് വിളിച്ചാൽ അപ്പോൾ തന്നെ ഹീൽ ചെയ്ത് കൊടുക്കണം, അത് ജീവിതത്തിൽ മാറ്റം വരുത്തണം. യഥാർത്ഥത്തിൽ അങ്ങനെ മാറ്റാൻ കഴിയുന്നതാണോ ഈ ഹീലിംഗ് കൊണ്ട് ഇവരുടെ കർമ്മങ്ങളൊക്കെ? ഒരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, റേക്കി ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് എനർജിയാണ്, അത് ഡിവൈൻ ലൈറ്റ് എനർജിയാണ്. അത് നമ്മളുടെ ഉള്ളിലെത്തി പ്രവർത്തിച്ച് മാറ്റം വരണമെങ്കിൽ കുറച്ച് സമയം എന്തായാലും എടുക്കും. ഒരുപാട് പെട്ടെന്ന് മാറ്റം വരുന്നതുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ, പെട്ടെന്ന് മാറ്റം അപ്പം തന്നെ മാറ്റം വരുന്നതുണ്ട്. ചില കേസുകളിൽ അത് പറ്റില്ല. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാനുള്ള പീരീഡ്. ഇപ്പോൾ അതിന് മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പാൻഷൻ ലെവൽ കുറഞ്ഞു എന്നുള്ളതാണ്, ക്ഷമ കുറഞ്ഞു എന്ന്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഓരോ ആളുകളുടെ അനുഭവ കഥകൾ കേട്ടിട്ടായിരിക്കും ഇവർ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷെ ഇവർക്ക് ആ അനുഭവം ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ദേഷ്യമാകും, അയ്യോ ഇറിറ്റേഷൻ ആവും നമ്മളെ. പിന്നെ നമ്മുടെ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ ചാനലിൽ നിന്ന് വന്ന എൻ്റെ ഗുരു, അവർ ഈ അടുത്ത് ഞാൻ അവരുടെ ചാനലിൽ പോസ്റ്റ് കാണാനിടയായി. അവർ ഇത് കുറച്ച് നേരം ഹീലിംഗ് ഇതൊക്കെ നിർത്തി വെക്കുകയാണ്. എനിക്ക് വായിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം അവർ ഏറ്റവും ഉയർന്ന ലെവലിലിരിക്കുന്ന ഒരാളാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രയോ താഴെയാണ് അവർ, അത്രയും ഉയർന്ന ലെവലിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അത്രയ്ക്കും കാര്യങ്ങൾ, അത് അവർക്ക് അത്രയും ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം പിന്നെ ആലോചിക്കാനുണ്ടോ? വേറൊരു ഉദാഹരണം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ആകാശിക് റെക്കോർഡ്, അതിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ആകാശിക് റെക്കോർഡിൽ ഹയർ തലത്തിൽ എനിക്ക് പോയി വരാൻ, അതായത് ഒരു ആസ്ട്രൽ ട്രാവൽ രീതിയിലാണ്. ഇപ്പം ടാരോ കാർഡാണെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിപ്പോൾ രാഹുൽ ഇരിക്കുകയാണ്. ഇപ്പം ഈ നിമിഷം എനിക്ക് എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് രാഹുലിൻ്റെ കാര്യം റീഡ് ചെയ്ത് പറയാൻ പറ്റും. പക്ഷേ ആകാശിക് റെക്കോർഡ് അങ്ങനെയല്ല. ഞാൻ ആദ്യം സെൽഫ് പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കി വെച്ച് മെഡിറ്റേഷൻ ചെയ്ത് 7 ചക്ര പലതരത്തിലും നമുക്ക് റെക്കോർഡ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കൂടുതലും എടുക്കുന്നത് 7 ചക്ര ലെവലിൽ പോയിട്ടുള്ള മെഡിറ്റേഷനാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എനിക്ക് ഒരാളുടെ റീഡ് ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് മൈക്കിളിൻ്റെ അടുത്ത് ഞാൻ പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ട് അവിടെ ചെല്ലുകയാണ്. ഇതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് മെട്രിക്ടോൺ ആണ്, ഇതിൻ്റെ ലൈബ്രറീൻ്റെ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. എനിക്ക് അവിടെ അങ്ങനെ ഓടിപ്പോയിട്ട് എൻ്റെ അമ്മാവൻ്റെ വീടല്ല പോയി ഇത് ഓപ്പൺ ചെയ്ത് കിട്ടാനായിട്ട്. അവിടെ ഞാനിപ്പോൾ ആരുടെ ഇൻറ്റൻഷൻ കൊണ്ടാണോ പോണത്, ആ വ്യക്തിക്ക് ഈ ഒരു കാര്യം അറിയാൻ സാധിക്കാനുള്ള സമയമായെങ്കിൽ മാത്രമേ എനിക്ക് ആളുടെ ബുക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇപ്പം അത് അറിയണ്ട എന്നാണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പലരും ചോദിക്കുക, ഇതൊക്കെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന് എന്താണ് ഒരു ഉള്ളത്? അപ്പോൾ അത് അങ്ങനെ എല്ലാം പറ്റൂല. പാസ്റ്റ് ലൈഫിൽ ഏകദേശമൊക്കെ കിട്ടും നമുക്ക്, പക്ഷെ ഫ്യൂച്ചറിൽ കിട്ടാനാണ് ഞാൻ പോകുന്നതെങ്കിൽ മിക്കവാറും അത് ആക്സസ് കിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഞാൻ പറയാണ്, പുള്ളിയുടെ അടുത്ത് പറയാണ്, ഇന്നൊരു കാര്യം, രാഹുലിൻ്റെ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. രാഹുലിൻ്റെ ജോലി റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ടാണ് രാഹുലിന് ജോലി ഇപ്പോൾ കണക്റ്റ് ആയിട്ട് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുലിന് ഈ മണി ബ്ലോക്ക് ഇപ്പോൾ ഈ ജന്മത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് എന്തുകൊണ്ടാണ് ഇത് കിട്ടിയിരിക്കണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഓക്കെയാണ്, അത് രാഹുൽ അറിയാനുള്ള സമയമായെങ്കിൽ എനിക്ക് ആ ബുക്ക് എടുത്ത് തരും, അതിൻ്റെ പേജ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, എനിക്കതിൽ എന്താണോ കാണുന്നത് അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അല്ലാത്ത പക്ഷം എനിക്ക് കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുൾ ബ്ലാക്ക് കളറിൽ നമ്മൾ ഈ ഫയർ കൊണ്ട് ഡിനൈഡ് എന്ന് എഴുതി കാണിക്കില്ലേ,
നമ്മളിപ്പോൾ ഫയർ ലെറ്റർ കാണുന്നു, നമ്മളിപ്പോൾ ഗ്രാഫിക്സിലൊക്കെ നോക്കിയാൽ അങ്ങനെ ചിലപ്പോൾ ഡിനൈഡ് എന്ന് കാണിക്കും. ഞാൻ വീണ്ടും തിരിച്ച് മടങ്ങി ഇവിടേക്ക് വരികയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അവർക്ക് അതിനു വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് ഹീലിംഗ് കൊടുത്തോട്ടെ എന്ന് ചോദിക്കാം. എനിക്ക് അവിടെ ഇരിക്കാൻ പെർമിഷൻ കിട്ടിയാൽ ഞാൻ ഈ പ്രശ്നത്തിന് വേണ്ടി അവിടെ ഇരുന്ന് റേക്കി എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏഞ്ചൽ ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ഹീലിംഗ് കൊടുക്കും. അപ്പോൾ കുറച്ചെങ്കിലും ഇവർക്ക് സമാധാനം കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വിചാരം നമുക്ക് പെട്ടെന്ന് ഞാനപ്പോൾ മാക്സിമം പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് കണക്ട് ചെയ്ത് വന്ന 10-15 ദിവസം ഇപ്പോൾ കൂടുതലാണ് പറയുന്നത്. കാരണം നേരത്തെ 1-2 ആൾക്കാരുടെയൊക്കെ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ അറിയാലോ. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ 20-25 ദിവസം എന്നുള്ളൊരു ഗ്യാപ്പ് അവർ പറയും. പക്ഷേ ഇവരിത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ അത്രയും അനുഭവിച്ച് മതിയായിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എനിക്കിത് ഒരിക്കലും അവരുടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് കേൾക്കാൻ ക്ഷമയുണ്ടാവില്ല. അപ്പോഴിവർ പറയും, എന്നെ പിന്നെ പറയണ രീതി വേറെ ആയിരിക്കും, അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് അവിടെ അറിയാൻ സമയമായെങ്കിൽ ഒറ്റ യാത്രയിൽ കൊണ്ട് എനിക്ക് ഈ 1 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ എനിക്കത് കണക്ട് ചെയ്ത് വന്ന് താഴെ വന്ന് ഇതൊന്നും ഒരിക്കലും ഒരു ഉത്തരവായിട്ടായിരിക്കില്ല അവർ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓട്ടോ റൈറ്റിംഗ് ആണ്. നമ്മുടെ ഫ്രണ്ടിലൊരു ബുക്ക് വെച്ച് ഞാൻ ആ ബുക്കിൽ എഴുതുകയാണ് ഇവരുടെ പ്രശ്നം. ചിലപ്പോൾ അത് ലാംഗ്വേജ് എന്ന് പറയാനില്ല അവിടെ. അത് പറയപ്പോൾ ദൈവത്തിന് ഏത് ഭാഷയുള്ളത് അങ്ങനെ. അപ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് അറിയില്ല. ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ചിലപ്പോൾ മലയാളത്തിലായിരിക്കും, ചിലപ്പോൾ എനിക്ക് പോലും ലെറ്റർ വായിക്കാൻ അറിയാത്ത എന്തെങ്കിലും കുത്തിവര പോലെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ചോദിച്ച് വീണ്ടും അവരോട് ഏഞ്ചൽ മെറ്റട്ടോണിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ഏറ്റവും കണക്ട് ചെയ്യുന്നത് എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കാറുള്ളത്. ചോദിച്ച് അവർക്ക് ഉത്തരം കിട്ടാറാകുമ്പോൾ എനിക്കിതിൻ്റെ ഡീകോഡിങ് കിട്ടും. അതിനെ ഞാൻ മലയാള ഭാഷയിൽ മാറ്റി എഴുതിയിട്ടാണ് ഞാൻ ഇവർക്ക് വോയിസ് ആയിട്ടാണ് അയച്ചു കൊടുക്കുക. ഇന്ന രീതിയിൽ ഇന്ന കാഴ്ചകളാണ് എനിക്കിവിടെ കണ്ടത്, ഇന്ന രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതുവരെ കാക്കാനുള്ള ക്ഷമ അവർക്ക് ഉണ്ടാവില്ല. അവർ പിന്നെ വന്നിട്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് വെയിറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇതാണ് പറയുന്നത്. അത് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പാൻസ് ലെവൽ കുറഞ്ഞത് കൊണ്ടും നമ്മളിപ്പോൾ ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ അത് കാണാണ്ട് എത്രയും പെട്ടെന്ന് ഷോർട്ട് വീഡിയോ കാണും. അല്ലെങ്കിൽ ലോങ് വീഡിയോ കാണേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ 2x ഇട്ടിട്ടായിരിക്കും കാണുക. അപ്പോൾ നമ്മളൊരു വോയിസ് നോട്ട് കേൾക്കുകയാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ 2x ഇട്ടിട്ടാണ്. 5x ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കും. കാരണം നമ്മുടെ എക്സ്പാൻഡ് ലെവൽ കുറഞ്ഞു. അപ്പം അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ ചില ആൾക്കാർക്ക് അത്രയും പെട്ടെന്ന് അനുഭവിച്ച് അവർക്ക് മതിയായിട്ടും ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ അവർ പിന്നെ പലതരത്തിലും അവരിത് അതൊന്നും ഇവിടെ പറയാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് അതാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും എനിക്കതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വിഷമമുണ്ടെന്ന്. നമുക്ക് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഗുരുക്കന്മാരെ വിളിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആ ആളും തമ്മിൽ എന്തോ ഒരു സോൾ ലെവൽ കോൺട്രാക്റ്റ് അവിടെ കർമ്മ ക്ലോസിംഗ് ആണ് അവിടെ നടന്നത്. അതിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ കുറേ കർമ്മകൾ അത് ആൾ എടുത്തിട്ട് പോയി എന്ന് വിചാരിച്ച് സമാധാനിക്കുക. ഇപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും പദ്ധതികൾ ചെയ്യുന്നുണ്ട്? അതായത് ഇപ്പം ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദർശന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. റേക്കി, ഏഞ്ചൽ ഹീലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ആകാശി റെക്കോർഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ടാരോ കാർഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫുള്ള് ഓഫ്ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് പേര് എന്നെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ ആവശ്യം പറയാറുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഒരു റൂറൽ ഏരിയയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരാനും പോകാൻ. പിന്നെ ഒന്നാമത്തെ കാര്യം, എൻ്റെ ഫാമിലീനെ ഇത് ബാധിക്കാതിരിക്കാൻ നോക്കേണ്ടത് എൻ്റെ ഉത്തരവ്. ഇതിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പോകുന്ന പോലെയല്ല ഇവർ വരുന്നത്. ഇവർ ഫുള്ള് ഇവരുടെ വിഷമം കൊണ്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഫുള്ളായിട്ട് അങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യങ്ങളല്ല. ചിലപ്പോൾ എനിക്ക് ഇരുന്നിരുന്നിരുന്നിട്ട് ചിലപ്പോൾ ഷോൾഡർ പെയിൻ വരാം. ചില സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോഴും എനിക്ക് ഒരു പ്രത്യേകിച്ചൊരു എന്നെ അവർ പലരും പറയാറുണ്ട് എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഈ പറഞ്ഞ ആകാശിക് റെക്കോർഡിൽ ഞാൻ പോയിക്കൊണ്ട് എൻ്റെ വീട്ടിൽ, അതായത് എനിക്ക് മെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മോന് ഒരു SSLC സ്റ്റുഡൻ്റാണ്. അവൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി ടൈമിലാണ് പഠിപ്പിക്കുന്നുണ്ട്. ടാരോ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഏഞ്ചൽ ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ക്ലാസ്സുകൾ പോയി, അത് പിന്നെ ലൈഫ് കോച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ക്ലാസ്സും പിന്നെ
എബ്രോഡുള്ള ആൾക്കാർക്ക് നമുക്ക് അവരുടെ ടൈമും നമ്മുടെ ടൈമും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞ ടൈം പ്രകാരമായിരിക്കും ചിലപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരിക, ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവരിങ്ങനെ എന്നെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എനിക്ക് നേരിട്ട് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു കുട്ടി ഫാമിലി മെമ്പർ തന്നെയാണ്, അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവളുടെ കാര്യങ്ങളിൽ അവളും കർമ്മനിരതയാണ്. എൻ്റെ ഒരു ഇത് കണ്ട് സഹായിക്കാൻ വേണ്ടി വന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാം, അവളൊക്കെ നമ്മൾ ശരിക്കും നമസ്കരിക്കണം എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം. അപ്പം ഞാൻ അവളോട് പലരും പറയാൻ ഇങ്ങനെ അല്ലാത്ത ഒരുപാട് സ്നേഹം തരുന്ന, രണ്ട് വശവും ഞാൻ പറയണല്ലോ, ഒരുപാട് സ്നേഹം തരുന്ന ഒരുപാട് വ്യക്തികൾ. ഇന്നാളും ഞാൻ തളി ക്ഷേത്രത്തിൽ ഇവിടെ പോയി, കോഴിക്കോടുള്ള തളി ക്ഷേത്രം, നമ്മുടെ രേവതി പട്ടത്താനം നടക്കുന്ന അമ്പലം. അവിടെ പോയപ്പോൾ തന്നെ അവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ എൻ്റെ പേര് സംസാരിച്ചിട്ട് യൂട്യൂബ് ചാനലിൽ വന്ന ആളല്ല, അബാക് മീഡിയയിൽ. അപ്പോൾ അബാക് മീഡിയ എല്ലാവരുടെയും ആണ്. അപ്പോൾ അവർ സംസാരിക്കുന്നവരുണ്ട്. നമുക്ക് ചിലപ്പോൾ ട്രെയിനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജനറൽ എടുത്ത് പെട്ടെന്ന് പോകേണ്ടി വരുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയുണ്ട്. അല്ലാതെ പിന്നെ വിളിച്ചിട്ടും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കണക്ട് ചെയ്ത് നിൽക്കും, നല്ല സ്നേഹത്തോടു കൂടെ നിൽക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ഈ അടുത്തൊരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കുറേയൊക്കെ ഡിലേ വന്നത്. അത് സാഹചര്യം, നമ്മൾ ചെയ്യേണ്ട കുറേ കടമകളുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ചെയ്യേണ്ട കടമകളുണ്ട്. അത് ചെയ്യുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എനിക്കിതൊക്കെ ഒരു തരത്തിലും നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവർ വേറെ ലെവല്, വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കുറച്ചധികം എനിക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴും കുറച്ച് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, നേരിട്ട് കാണാനായിട്ട് എൻ്റെ വീടല്ലാതെ ഇപ്പോൾ എറണാകുളം ജില്ല അതെടുക്കാൻ കാരണം വടക്കുന്ന് വരികയാണെങ്കിലും തെക്കുന്ന് വരികയാണെങ്കിലും ഒരു സെൻട്രൽ പോർഷനാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ മിറാക്കിൾ 2026 എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് 26നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചെയ്യുന്ന ഈ ഹീലിങ്, അതേപോലെ മെഡിറ്റേഷൻ, പിന്നെ അതേപോലെ ഏഞ്ചൽ ഹീലിങ്, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു 1 ഡേ സെഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. സീറ്റ് വളരെ കുറവാണ്, കാരണം ഇപ്പോൾ ചെറിയതെന്ന് തുടങ്ങിയിട്ട് വലുതിലേക്ക് നമുക്ക് എത്താമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് പരിചയമില്ലാത്ത, അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, കണ്ടക്ട് ചെയ്തിട്ട് എനിക്ക് അനുഭവമില്ല. അപ്പോൾ ഈശ്വരൻ സഹായിക്കുകയാണെങ്കിൽ അതിനൊരു ഡേറ്റ്, ഇപ്പോൾ വെക്കേഷൻ ടൈം ആയിരിക്കും ഞാൻ തീരുമാനിക്കുന്നത്, ക്രിസ്മസ് വെക്കേഷൻ ടൈം ആയിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു സെഷൻ വെക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. അതിപ്പോൾ ഇവിടെ ഒരു സാഹചര്യത്തിൽ, അതായത് കുറേ പേര് എന്നെ വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വെക്കുന്നത്.